ജമ്മു കശ്മീരിൽ വീണ്ടും ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു. ഒരു ജവാന്, നമ്മുടെ ഒരു സൈനികന് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. രജൌരിയിലെ സൈനിക ക്യാമ്പിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഗൗരവം കൂട്ടുകയാണ്. കശ്മീരിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്കുള്ളിൽ എത്രയോ ഭീകരാക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നു. കത്വയിൽ, ഒപ്പം തന്നെ കുൽഗാമിൽ, ഇപ്പോൾ ഇത് രജൌരിയിൽ വീണ്ടും ഉണ്ടാകുന്നു. സ്വാതി ചേരുകയാണ് ദില്ലിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. സ്വാതി, കശ്മീരിൽ ജമ്മുവിൽ സ്ഥിതി ആശങ്കാജനകമാണ്. കശ്മീർ താഴ്വരയിൽ നിന്ന് ജമ്മുവിലേക്കും ഭീകരാക്രമണം വ്യാപിക്കുന്ന കാഴ്ച. ഈ നോട്ട് നിരോധനത്തിലൂടെയും മറ്റും ഭീകരാക്രമണം വലിയ തോതിൽ കുറയ്ക്കാൻ കഴിഞ്ഞു, ഭീകരരെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞുവൊക്കെ എന്നൊക്കെ പ്രധാനമന്ത്രിയും അമിത്ഷായും വലിയ തോതിൽ അവകാശപ്പെടുമ്പോഴാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ 10ഓളം സൈനികർക്ക് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നത്, സിവിലിയൻസ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഭീകരാക്രമണം രൂക്ഷമാവുകയാണോ ജമ്മു കശ്മീരിൽ? തീർച്ചയായും മനു, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നേയും ഇത്തരത്തിൽ ഭീകരാക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ജമ്മു കാശ്മീരിലെ രജൌരിയിൽ രാവിലെ 4 മണിയോടെ ഭീകരരും സൈനികരും തമ്മിൽ ഏറ്റുമുട്ടിയത്. അതിലൊരു സൈനികന് പരിക്കേറ്റു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 4 മണിക്കാണ് ഇത്തരത്തിൽ സൈനിക ക്യാമ്പിന് നേരെ വെടിയുതിർത്തത്. തിരിച്ചും സൈന്യം വെടിയുതിർക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ഏറ്റുമുട്ടൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുപോലെ ധോഡയിലടക്കം വലിയ ഏറ്റുമുട്ടൽ സൈനികരും ഭീകരരും തമ്മിൽ നടക്കുന്ന സാഹചര്യം. ജവാന്മാർക്ക് പരിക്കേറ്റിരുന്നു, ഒരു മേജർ അടക്കം കൊല്ലപ്പെട്ടിരുന്നു, വീരമൃത്യു വരിച്ച സാഹചര്യമുണ്ട്. 4 സൈനികർ ഈ ധോഡയിലുണ്ടായ ഭീകരാക്രമണത്തിൽ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഇത്തരത്തിൽ നിരന്തരമായ ആക്രമണങ്ങൾ സൈനിക ക്യാമ്പിന് നേരെ നടക്കുന്നു. ഭീകരരുടെ നുഴഞ്ഞുകയറ്റം സ്ഥിരമായി കൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ ഈ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ ജമ്മു കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത് വലിയ ആശങ്കയായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യമാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം, കേന്ദ്ര സർക്കാരിന്റെ വലിയൊരു അവകാശവാദമുണ്ട്. ഒന്ന് ഈ നോട്ട് നിരോധനം, മറ്റൊന്ന് പ്രത്യേക പദവി. ഇത് രണ്ടും എടുത്തതിന് ശേഷം, ഇത് രണ്ടും നടപ്പാക്കിയതിനു ശേഷം ഭീകരാക്രമണത്തെ വലിയ തോതിൽ അടിച്ചമർത്താൻ കഴിഞ്ഞു. കശ്മീർ സമാധാനത്തിലേക്ക് മടങ്ങി വരുന്നു എന്നാണ് അവർ ഏത് നിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? കശ്മീർ താഴ്വരയിൽ നിന്ന് മാറി ജമ്മുവിലേക്ക് കൂടി ആക്രമണം വ്യാപിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. 4 പേരുള്ള ഭീകര സംഘങ്ങൾ വച്ചിട്ട് ഏകദേശം 50ഓളം ഭീകരർ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വരുന്നു. ദേശീയ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്തയാക്കിയിരുന്നു. അതായത് ഈ താഴ്വരയിൽ നിന്ന് ജമ്മുവിലേക്ക് കൂടി ആക്രമണം വ്യാപിക്കുന്നു. ഇപ്പോൾ രജൌരിയിൽ നമ്മുടെ ഒരു ക്യാമ്പിന് നേരെയാണ് ഭീകരർ ആക്രമണം നടത്തിയിരിക്കുന്നത്. ക്യാമ്പിന് പോലും സുരക്ഷയൊരുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വീണു പോവുകയാണ് കശ്മീർ. തീർച്ചയായും മനു, ഈ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ അവകാശവാദങ്ങളും, അതായത് ഈ പദവി എടുത്തു കളഞ്ഞതിനു ശേഷം വലിയ തരത്തിൽ ഈ സൈനികർക്ക് നേരെയുള്ള അല്ലെങ്കിൽ സുരക്ഷാ സൈന്യത്തിന് നേരെയുള്ള ആക്രമണം കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ തോതിൽ സമാധാന അന്തരീക്ഷം തിരികെ വന്നിട്ടുണ്ട് എന്നുള്ള വലിയ അവകാശവാദങ്ങളാണ് കേന്ദ്ര സർക്കാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെയൊക്കെ തന്നെയും സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ജമ്മു കാശ്മീരിലെ വിവിധ ഇടങ്ങളിൽ, അതായത് നിയന്ത്രണ രേഖയ്ക്കപ്പുറത്തേക്ക് വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ ഭീകരർ സൈന്യത്തിന് നേരെ വെടിയുതിർക്കുന്ന സാഹചര്യം തന്നെ നിലനിൽക്കുകയാണ്. രജൌരിയും ധോഡയും ഒക്കെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ചും സൈനികരടക്കം വീരമൃത്യു മരിക്കുന്ന സാഹചര്യത്തിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ ഈ വിഷയത്തെ എത്ര ഗൗരവമായി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. വളരെ നിസ്സാരമായിക്കൊണ്ട് ഈ വിഷയത്തെയൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുന്ന സാഹചര്യമുണ്ട്. വലിയ തരത്തിൽ സൈനികർ ഓരോ ദിവസവും പരിക്കേൽക്കുന്നു, സൈനിക ക്യാമ്പിന് നേരെ ആക്രമണം നടത്തുന്നു, സ്കൂളുകൾക്ക് നേരെ ഭീകരർ നിരന്തരമായി വെടിയുതിർക്കുന്ന സാഹചര്യം. വനമേഖലയിൽ ഒക്കെയും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയും സൈനികർ ഏർപ്പെടുത്തുന്നുണ്ട്. വിവിധ തിരച്ചിൽ പുരോഗമിക്കുന്ന ജമ്മുവിനെക്കുറിച്ച് പറയുമ്പോൾ സ്വാതി, അവിടെയുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ ചെങ്കുത്തായ മലനിരകളും വനപ്രദേശങ്ങളും ഏറെയുണ്ട് എന്നതാണ്. അപ്പോൾ അവിടെ ഈ ഭീകരർക്ക്, നുഴഞ്ഞു കയറിയവർക്ക് ഒളിച്ചിരിക്കാൻ അനായാസം അവസരം കിട്ടുന്നു. മാത്രമല്ല, ജമ്മു മേഖലയിൽ സൈനിക വിന്യാസം കുറച്ചിരുന്നു. ഈ ചൈനയുമായുള്ള പ്രശ്നങ്ങൾ വന്നതോടെ സൈനികരെ എല്ലാം കൂടി അങ്ങോട്ടേക്ക് മാറ്റിയതോടുകൂടി ജമ്മുവിലെ സൈനിക വിന്യാസം കുറച്ചതും പ്രശ്നമായിട്ടുണ്ട്. ഇവർക്ക് നുഴഞ്ഞു കയറാൻ അത് എളുപ്പം പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു സൈനിക സാന്നിധ്യം കുറച്ചത്. അമിതമായ ആത്മവിശ്വാസം ഒരു വിനയാകുന്നൊരു ഘട്ടമാണിപ്പോൾ ജമ്മുവിൽ നമ്മൾ കാണുന്നത്.
തീർച്ചയായും മനു സൂചിപ്പിച്ച പോലെ തന്നെ ഈ സൈനികരെ ഈ വനമേഖലയിലടക്കം വിന്യസിക്കുന്നതിൽ വലിയ പ്രയാസമുണ്ട്. അതായത് ജമ്മുവിലെ സൈനിക വിന്യാസം കുറച്ചുകൊണ്ട് വനമേഖലയിലേക്കാണ് ഈ ഭീകരർ നിരന്തരമായിട്ടുള്ള ഈ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംഘത്തെ അവിടെ നിയോഗിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് ഇടങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ പോരായ്മകൾ ഉണ്ടാകുന്നുണ്ട്. നിരന്തരമായ ആക്രമണങ്ങൾ ഈ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സ്കൂളുകൾക്ക് നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ ഒരു കുഞ്ഞിന് വരെ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സൈനിക ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തേക്ക് ഇവർ നുഴഞ്ഞു കയറിക്കൊണ്ടുള്ള ആക്രമണം നിരന്തരമാകുമ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ ഈ വിഷയത്തിൽ വലിയ അനാസ്ഥ കാണിച്ചിട്ടുണ്ട്, വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. സൈനികർക്ക് വേണ്ട സുരക്ഷ നൽകുന്നതിന് വേണ്ടി വലിയ വിട്ടുവീഴ്ച ഈ സർക്കാർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് രജൗരിയിലും ഇത്തരത്തിൽ വീണ്ടും ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഈ ധോഡയിലടക്കം കഴിഞ്ഞ ദിവസം വലിയ സൈനിക വിന്യാസമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിരന്തരമായി മണിക്കൂറുകൾ ഇടവിട്ട് വിവിധ ഇടങ്ങളിൽ സംഘർഷം പുരോഗമിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴും അവിടെ ഏറ്റുമുട്ടൽ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സൈന്യത്തെ അവിടെ വിന്യസിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഭീകരർക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ദോഡയിൽ ഉണ്ടായ ആക്രമണത്തിൽ 2 സൈനികൻ വീണ്ടും പരിക്കേറ്റിരുന്നു. അവരിപ്പോൾ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതൊക്കെ മുൻനിർത്തി നോക്കുമ്പോൾ വീണ്ടും ഒരു സൈനികന് പരിക്കേറ്റു എന്നുള്ളത് വലിയ ആശങ്കയായി തന്നെ നിലനിൽക്കുകയാണ് മനു. ശരി, ഏതായാലും ജമ്മുവിൽ വീണ്ടും ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു എന്നതാണ് നമ്മളെ ആശങ്കപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. അവിടെ രജൗരിയിൽ സൈനിക ക്യാമ്പിന് നേരെയാണ് ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒരു സൈനികന്, നമ്മുടെ ഒരു ജവാന് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യവും. ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ ഓരോ ദിവസം ചിലതോറും വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. എല്ലാം ശാന്തമാണ് എന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോഴാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നമ്മുടെ എത്രയോ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്നത് ആശങ്കപ്പെടുത്തുന്നത്. അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. താഴ്വരയിൽ നിന്ന് മാറി ഇപ്പോൾ ജമ്മുവിലാണ് ഭീകരർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4 പേരടങ്ങുന്ന സംഘങ്ങളായിട്ട് 50ഓളം പേർ ഭീകരർ അങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ട വാർത്തകൾ നമ്മുടെ മുൻപിലുള്ളത്. അത് ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. ഇപ്പോൾ ക്യാമ്പിന് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നു.